സെൻഡ് ഹെൽപ്പ് ഡയറക്ടഡ് ബൈ സാം റേമി, ഡയറക്ടർ ഓഫ് ദ സ്പൈഡർമാൻ സീരീസ്. ഈ വട്ടം വന്നിരിക്കുന്നത് ഒരു സർവൈവൽ ത്രില്ലർ ആയിട്ടാണ്. ഒരു ഡാർക്ക് ഹ്യൂമർ ഒക്കെ ഉള്ള ഒരു സർവൈവൽ ത്രില്ലർ. കാസ്റ്റവേ, ലോർഡ് ഓഫ് ദ ഫ്ലൈസ് ഒക്കെ പോലത്തെ ഒരു പടം. രണ്ട് ക്യാരക്ടേഴ്സ്, രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത ക്യാരക്ടേഴ്സ് ഒരു പ്ലെയിൻ ക്രാഷിന് ശേഷം ഒരു ഐലൻഡിൽ പെടുകയാണ്. പിന്നീട് ആ സിനിമയുടെ നറേഷൻ നമ്മൾ കുറെ സിനിമകളിൽ കണ്ട പോലത്തെ തന്നെ ഉള്ളൂ. ഒരു യൂഷ്വൽ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ ഡീപ്ലി എക്സ്പ്ലോർ ചെയ്യും. പിന്നെ പതിയെ പതിയെ ഈ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും ഇവർ രണ്ടുപേരും മാത്രമേ ആ ഐലൻഡിലുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പതിയെ പതിയെ കണക്ട് ആവും. പിന്നെ ഒരു ചെറിയൊരു പ്രണയം വിളമ്പും ഇതിൽ ഒരു ക്യാരക്ടറിൽ നിന്ന്. ഇങ്ങനെയൊക്കെ ഒരേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നീടാണ് ഇതൊക്കെ കാണിച്ചതിന് ശേഷമാണ് ഈ സിനിമയുടെ ട്രാക്ക് മാറുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് ഈ യൂഷ്വൽ പാറ്റേൺ അവര് വളരെ ബോറായിട്ടല്ല കാണിച്ചത്, അടിപൊളിയായിട്ട് തന്നെ കാണിച്ചത്. ഭയങ്കര എൻഗേജിങ് തന്നെയാണ്, നല്ല ഫണ്ണുണ്ട്, കുറെ ചിരിക്കാനുണ്ട് ഈ ഒരു മൊമെന്റ്സിലെല്ലാം. പക്ഷെ ഈ ഒരു ട്രാക്ക് മാറുമ്പോഴാണല്ലോ നമുക്കൊരു ഫ്രഷ്നസ് ഫീൽ ചെയ്യാം അവിടെ. സോ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ് ഈ സിനിമയുടെ ട്രാക്ക് മാറുന്നത്. കുറച്ചുകൂടെ സസ്പെൻസ്ഫുൾ ആവുന്നുണ്ട്. ക്യാരക്ടേഴ്സിന്റെ വേറൊരു മുഖം ഇതിനകത്ത് പതിയെ പതിയെ തെളിഞ്ഞു തുടങ്ങും. അപ്പം മുതൽ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. ആൻഡ് അവസാനത്തെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഭയങ്കര സസ്പെൻസ്ഫുള്ളും ത്രില്ലിംഗ് ആയിട്ട് ഈ പടം മാറുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് ഈ സിനിമ ട്രീറ്റ്മെന്റ് വേറെയാ. ഒട്ടും സീരിയസ് ആയിട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഫൺ ഹ്യൂമർ, ഒരു ഡാർക്ക് ഹ്യൂമർ രീതിയിലാണ് സിനിമയെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര എൻജോയ് ചെയ്ത രീതിയിലാണ് ഈ പടം എടുത്തു വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ പെർഫോമൻസസും, ഡിലനും അതേപോലെ റേച്ചലും രണ്ടുപേരും കീടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി റേച്ചലിനാണ് ഒരു പടി കൂടുതൽ അഭിനയിക്കാനുള്ളത്. റീസെൽ അതേപോലെ തന്നെ ആ ക്യാരക്ടറിനെ വൃത്തിയായിട്ട് സൂപ്പർ ആയിട്ട് തന്നെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ്, പ്രൊഡക്ഷൻ ഡിസൈൻ, സൗണ്ട് ഡിസൈൻ എല്ലാം കിടിലം തന്നെയായിരുന്നു. ആകെ പ്രൊഡക്ഷൻ ഡിസൈനിൽ ഒരു തെറ്റ് തോന്നിയതെന്ന് വെച്ചാൽ എനിക്കായിട്ട് ഒരു പ്രശ്നം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ മൊത്തത്തിൽ ഒരു ഐലൻഡിലാണല്ലോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ 2 മണിക്കൂർ സിനിമയായതുകൊണ്ട് 2 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ഇൻവെസ്റ്റഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ക്ലൈമാക്സിൽ ഒരു ഫോറസ്റ്റ് സീനിൽ മാത്രം ആ ഐലൻഡിന്റെ ഒരു ഭാഗമായിട്ട് ഫീൽ ചെയ്തില്ല. കംപ്ലീറ്റ് വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്ത പോലെയാണ് ഫീൽ ചെയ്യുക. അത് മാത്രമേ ഒരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. പിന്നെ ഈ സിനിമ ഇങ്ങനെ തുടങ്ങും അങ്ങനെ അവസാനിക്കും നമ്മൾ വിചാരിക്കില്ല. അങ്ങനത്തെ ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സിനിമയുടെ ഒരു കഥ പറഞ്ഞ് പോയിരിക്കുന്നത്. അപ്പൊ റൈറ്റേഴ്സിന് ഒരു വലിയൊരു ഹാറ്റ്സ് ഓഫ്. ആൻഡ് ഡയറക്ടർ അത്യാവശ്യം കിടിലായിട്ട് തന്നെ സൂപ്പറായിട്ട് തന്നെ ഡയറക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് സിനിമയാണ്. തിയേറ്റേഴ്സ് തന്നെ പോയി കാണുക. ഒരു എന്റർടൈനിങ് ഡാർക്ക് ഹ്യൂമർ സർവൈവൽ ത്രില്ലർ പടമാണ്. ഡാർക്ക് ഹ്യൂമർ അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അതേപോലെ 3D ആണ്. 3D പോലും വേർത്തി ആയിരുന്നു. ആ 3D എക്സ്പീരിയൻസ് ശരിക്കും ഫീൽ ചെയ്തു. സോ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അബി റിവീൽസ്.